ബന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാനാവാത്തതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായി പോലും സമാധാനം നിലനിർത്തുക എന്നത് ഒരു പോരാട്ടമാണ്. നമ്മെ പിടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട നമ്മുടെ ശത്രുക്കളുമായി അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ശരിയാ, മനുഷ്യ ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തിലും അത് സത്യമാണ്. എവിടെ ആളുകളുണ്ടോ അവിടെ കലഹവും അക്രമവുമാണ്. റോമൻ സൈന്യം ഇസ്രായേൽ ദേശങ്ങൾ പിടിച്ചടക്കിയ യേശുവിന്റെ കാലത്തും ഇത് വളരെ സത്യമായിരുന്നു. അതുകൊണ്ട് തന്റെ പഠിപ്പിക്കലുകളിൽ ഈ സംഘർഷത്തിനിടയിൽ അനുയായികൾക്ക് എങ്ങനെ സമാധാനം അന്വേഷിക്കാമെന്നും ഏറ്റവും പ്രയാസകരമായ ബന്ധങ്ങൾ പോലും നേരെയാക്കുന്നതിന് എങ്ങനെ പ്രവർത്തിക്കാമെന്നതിനുമുള്ള പൂർണ്ണമായൊരു കാഴ്ചപ്പാട് യേശു നൽകുന്നു. യേശു ഒരു ഇസ്രായേല്യനാണ്. ബന്ധങ്ങൾക്കായുള്ള ദൈവത്തിന്റെ ജ്ഞാനം പുരാതന ഇസ്രായേലിന് നൽകിയ ഉടമ്പടി നിയമങ്ങളിലുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പഠിപ്പിക്കലുകളിൽ യേശു ആ നിയമങ്ങളിൽ ഒന്നിൽ നിന്ന് ഉദ്ധരിക്കുകയും അതിനുള്ളിലെ ജ്ഞാനം വെളിപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ യേശു പറയുന്നു, കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവികരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇസ്രായേലിൽ ശപഥം ചെയ്യുക എന്നത് നിങ്ങൾ പറയുന്നതുപോലെ ചെയ്യുമെന്ന് ദൈവത്തെക്കൊണ്ട് സത്യം ചെയ്യുന്ന ഒരു വാഗ്ദാനമായിരുന്നു. അതായത് നിങ്ങൾക്ക് കുറച്ച് പണം കടം മേടിക്കണമെങ്കിൽ അത് എനിക്ക് തിരികെ തരാമെന്ന് ദൈവത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നത് പോലെ. തീർച്ചയായും നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ കഴിയും. കാരണം ഇസ്രായേലിന്റെ ഉടമ്പടി നിയമങ്ങളിൽ എന്റെ ശപഥങ്ങൾ പാലിക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ശപഥങ്ങൾ എന്നാൽ തർക്കങ്ങൾ ഒഴിവാക്കാനുള്ളൊരു മികച്ച മാർഗമാണ്. നിനക്ക് അങ്ങനെ തോന്നും. എന്നാൽ ശപഥങ്ങളെ വളച്ചൊടിച്ച് ആളുകളെ മുതലെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഞാൻ തിരികെ തരുമെന്ന ദൈവാലയത്തെക്കൊണ്ട് സത്യം ചെയ്താലോ? അപ്പോൾ നിങ്ങളുടെ ശപഥം പാലിക്കുക എന്നത് നിയമം ആവശ്യപ്പെടുന്നുവെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊരു ഉറപ്പാണ്. എന്നാൽ ഞാൻ ശരിക്കും ദൈവത്തെക്കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. അവന്റെ ആലയത്തെ കൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ആ ശപഥത്തിന് വിധേയനല്ല. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കാനായി എന്നെ കബളിപ്പിക്കുന്നു. തീർച്ചയായും. അതുകൊണ്ട് യേശു അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, അശേഷം സത്യം ചെയ്യരുത്. ദൈവത്തെക്കൊണ്ടോ അവന്റെ ലോകത്തിലെ ഒന്നിനെക്കൊണ്ടും അരുത്. ഒരിക്കലും ആർക്കും വാക്ക് കൊടുക്കരുതെന്നാണോ? അങ്ങനെയല്ല. നിങ്ങളൊരു വാഗ്ദാനം നൽകുമ്പോൾ ആളുകളെ കൗശലത്തിൽ സ്വാധീനിക്കുന്നതിന് ദൈവത്തിന്റെ കീർത്തിയെ ഒരു ഉപകരണമായി എടുക്കരുതെന്നാണ് ആശയം. ശരിയാണ്. യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വെന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. സമാധാനമുണ്ടാക്കുന്ന വ്യക്തിയാകുക എന്നത് ആരംഭിക്കുന്നത് സത്യസന്ധതയോടും സമഗ്രതയോടുമുള്ള ഒരു സമൂലമായ പ്രതിബദ്ധതയോടുകൂടിയാണ്. ഇപ്പോൾ ഞാൻ തർക്കം തുടങ്ങിയാൽ ഇതെങ്ങനെയാകുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റാരെങ്കിലും എന്നോട് തർക്കം ആരംഭിച്ചാലോ? അടുത്ത പഠന വിഷയം അതിലേക്ക് തന്നെയാണ് പോകുന്നത്. യേശു തോറയിൽ നിന്നും ഇങ്ങനെ ഉദ്ധരിക്കുന്നു, കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രതിക്രിയാ നിയമം എന്നറിയപ്പെടുന്ന ഒരു പ്രസിദ്ധമായ വരിയാണിത്. അതെ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നു, എനിക്ക് നിങ്ങളെ തിരികെ ഉപദ്രവിക്കാം. ഇങ്ങനെയുള്ളവ കൈവിട്ടു പോകാവുന്ന നിലയിലെ പ്രതികാരത്തിനുള്ള അനുമതി പോലെയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയുന്ന പ്രതികാരത്തിന്റെ അളവ് പരിമിതപ്പെടുത്തുന്നതിനാണ് ഈ നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത ഉപദ്രവത്തിന്റെ അളവിന് തുല്യമായിരിക്കണം, അതിൽ കൂടുതലാകരുത്. അപ്പോൾ ഈ നിയമം നമ്മെ വേദനിപ്പിക്കുന്നവരെ തിരികെ ദ്രോഹിക്കാനുള്ള നമ്മുടെ പ്രേരണയെ തടഞ്ഞുകൊണ്ട് സമാധാനം നിലനിർത്തുന്നു. അതെ, യേശു ഈ നിയമത്തിന്റെ ജ്ഞാനത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നു. ഒരു ദുഷ്ടനായ വ്യക്തിയോട് പ്രതികാരം ചെയ്യരുത്. പ്രതികാരമേ ചെയ്യരുതെന്നാണോ? അതെ, അവരോട് തുല്യരാകുന്നതിനേക്കാൾ സമാധാനത്തിന് മൂല്യം നൽകുന്നവരാകുക. എന്നാൽ ദുഷ്ടതയ്ക്ക് ശിക്ഷ കൊടുക്കാതെ വിടുന്നത് സമാധാനം കൊണ്ടുവരില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാതെ വെറുതെ നിൽക്കാനാവില്ല. അതായത് ഒന്നും ചെയ്യരുത് എന്ന് യേശു പറയുന്നില്ല. മറിച്ച് ശരിക്കും ധീരവും ക്രിയാത്മകവും അക്രമരഹിതവുമായ ഒരു പ്രതികരണമാണ് അവൻ വാദിക്കുന്നത്. അങ്ങനെ അതിന് സമാധാനത്തിനായി വാതിൽ തുറക്കാൻ കഴിയും. അതെങ്ങനെയായിരിക്കും? അതായത് യേശു 3 ഉദാഹരണങ്ങൾ സ്വന്തം കാലഘട്ടത്തിൽ നിന്നും സ്ഥലത്തു നിന്നും നൽകുന്നു. ആദ്യമായി അവൻ ഇങ്ങനെ പറയുന്നു, നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. പുരാതന റോമാലോകത്തിൽ വലത് കൈയുടെ പിൻഭാഗം കൊണ്ട് വലത് കവിളിൽ അടിക്കുക എന്നത് ആരുടെ മേലെങ്കിലും ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രതീകാത്മക മാർഗമായിരുന്നു. അവരെ അപമാനിക്കുകയുമാണ്. എന്നാൽ യേശു പറയുന്നു, പ്രതികാരം ചെയ്യരുത്. പകരം അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇടത് കവിളും കാണിച്ചു കൊടുക്കുക. ഇത് നിങ്ങളുടെ ആക്രമണകാരിയെ തുറന്ന വലത് കൈ കൊണ്ട് അടിക്കാൻ നിർബന്ധിതനാക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തുല്യനായ വ്യക്തിയെപ്പോലെ അടിക്കാൻ. ഇത് നിങ്ങളോട് ഒരു സഹജീവിയായി പെരുമാറുവാൻ അവരെ നിർബന്ധിക്കുന്നു. അതെ, ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും. അടുത്തതായി യേശു ഇങ്ങനെ പറയുന്നു, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. അതെ, പുരാതന ഇസ്രായേലിൽ ഒരു ദരിദ്രനായ വ്യക്തിയുടെ പുതപ്പ് എടുക്കുക എന്നത് ന്യായപ്രമാണത്തിനെതിരായിരുന്നു. കാരണം രാത്രിയിൽ ചൂട് നിലനിർത്താനുള്ള അവരുടെ പുതപ്പ് കൂടിയാണിത്. എന്നാൽ കരുതലില്ലാത്തൊരു വ്യക്തി പണത്തിനു പകരമായി വസ്ത്രം ആവശ്യപ്പെടാൻ വഴിയുണ്ടാക്കും. ശരിയാണ്.
അതുകൊണ്ട് യേശു ഒരു ക്രിയാത്മകമായ പ്രതികരണം നൽകുന്നു. അവർക്ക് നിങ്ങളുടെ വസ്ത്രവും പുതപ്പും കൂടി നൽകുക. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? അത് നിങ്ങളെ വിവസ്ത്രനാക്കില്ലേ? തീർച്ചയായും യേശു ഇവിടെ പ്രകോപനപരമായി തീരുന്നു. വിലയേറിയ മഹാമനസ്കതയിലൂടെ ഈ അനീതി തുറന്നു കാട്ടിക്കൊണ്ട് ചുറ്റുമുള്ള എല്ലാവരെയും ഞെട്ടിക്കുക എന്നതാണ് ലക്ഷ്യം. മൂന്നാമത്തെ ഉദാഹരണം ഇതാണ്: ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. യേശുവിന്റെ കാലത്ത് ഒരു റോമൻ പടയാളിക്ക് ഏതൊരു സാധാരണക്കാരനോടും തന്റെ ചുമട് എടുത്തുകൊണ്ട് ഒരു നാഴിക നടക്കാൻ നിർബന്ധിക്കാം. എത്ര അപമാനകരവും അപകടകരവുമാണത്! അതുകൊണ്ട് യേശു ആ ചുമട് ഒരു നാഴികയല്ല 2 നാഴിക നടക്കാൻ പറയുന്നു. ആദ്യത്തെ നാഴികയിൽ ഒരു ചുമട് താങ്ങുന്ന മൃഗത്തെപ്പോലെ അവൻ നിങ്ങളോട് പെരുമാറിയേക്കാം. എന്നാൽ 2ാമത്തെ നാഴിക നടക്കുന്നതിലൂടെ അവനോട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ മനുഷ്യത്വം നിങ്ങൾ ഉറപ്പിക്കുന്നു. ആഹാ, ശത്രുവായ പീഡകനോട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറണോ? അതെ, അത് വളരെ വിചിത്രമായി തോന്നുന്നു. എന്നാൽ ധീരമായ ഔദാര്യത്തിന് ഈ ലോകത്തിന്റെ കളികളെ അട്ടിമറിക്കുവാനും ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റാനും കഴിയും. അങ്ങനെ അത് നമ്മെ യേശു ഉദ്ധരിച്ച അവസാനത്തെ പ്രമാണത്തിലേക്ക് നയിക്കുന്നു. കൂട്ടുകാരനെ സ്നേഹിക്കായെന്നും ശത്രുവിനെ പകയ്ക്കായെന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ യേശു ഒരു പുരാതന ബൈബിൾ പ്രമാണത്തെ ഉദ്ധരിക്കുകയാണ്. എന്നാൽ പിന്നീട് പല ഇസ്രായേലിലും ന്യായപ്രമാണത്തിൽ ചേർത്ത ഒരു പ്രശസ്തമായ വരി ഉദ്ധരിക്കുന്നു: എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ വെറുക്കാൻ കഴിയും. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നിങ്ങനെ തന്റെ അനുയായികളോട് പറഞ്ഞുകൊണ്ട് യേശു അതിനെ എതിർക്കുന്നു. അപ്പോൾ ഇതൽപ്പം കടുപ്പമായി തോന്നുന്നില്ലേ? ശത്രുക്കളുമായി സമാധാനം, അതൊരു കാര്യം. പക്ഷേ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? അതെ, എല്ലാ മനുഷ്യരോടും അവർ വളരെ മൂല്യമുള്ളവരാണെന്ന നിലയിൽ നാം പെരുമാറുമ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനം സാധ്യമാകൂ എന്ന് യേശു കരുതുന്നതായി തോന്നുന്നു. അതായത്, എന്റെ ശത്രു പോലും ദൈവത്തിന്റെ സാദൃശ്യമാണ്. പക്ഷേ എന്നെ വെറുക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? എന്നെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിക്കാൻ പ്രയാസമാണ്. നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടുമുള്ള നമ്മുടെ സ്നേഹം ഒരു നല്ല കാര്യമാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ സുഖവലയങ്ങൾക്ക് പുറത്ത് അതേ സ്നേഹം പങ്കിടാൻ അവൻ തന്റെ അനുയായികളെ ആഹ്വാനം ചെയ്യുന്നു. കൂടാതെ ദൈവത്തിന്റെ വിവേചനരഹിതവും ഉദാരവുമായ സ്നേഹത്തെ അവൻ മാതൃകയായി ഉയർത്തിപ്പിടിക്കുന്നു. ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് യേശു പറയുന്നു. നമ്മുടെ സമൂഹങ്ങളിലെ എല്ലാ തലങ്ങളിലും തകർന്ന ബന്ധങ്ങൾ നേരെയാക്കാൻ പ്രവർത്തിക്കുകയും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യുന്ന സമാധാനമുണ്ടാക്കുന്നവരായി മാറുക എന്നതാണ് ആഹ്വാനം. ഇത് ശരിക്കും ജീവിക്കുവാനുള്ള ഒരു സമൂലമായ മാർഗമാണ്. അതെ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് പറയുന്നതിലൂടെ യേശു ഇതിനെ സൽഗുണപൂർണമാകുക എന്ന് വിളിക്കുന്നു. അതിനർത്ഥം മിത്രങ്ങളോടും ശത്രുക്കളോടും ദൈവത്തിന്റെ മഹാമനസ്കത കാണിക്കുക എന്നാണ്. കാരണം യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന സ്നേഹമാണ് യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള ഏക വഴി. നമ്മുടെ ഏറ്റവും ദുഷ്കരമായ ബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ശരിയായത് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള യേശുവിന്റെ പഠിപ്പിക്കലുകൾ നാം പൂർത്തിയാക്കി. അടുത്തതായി യേശു വിവരിക്കുവാൻ പോകുന്നത് മതപരമായ കാപട്യത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ദൈവത്തെ ആദരിക്കാനുള്ള നമ്മുടെ ഏറ്റവും നല്ല ശ്രമങ്ങളെപ്പോലും നശിപ്പിക്കുന്നതെന്നുമാണ്.